രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീരഘോര പ്രസംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്നത്. അങ്ങ് നിയമസഭയിലെ ഘോരഘോരം പ്രസംഗിക്കുന്ന രാഹുലിനെ കണ്ട് പാലക്കാട് ജനങ്ങൾക്ക് ഒന്ന് മനസ്സിലായിട്ടുണ്ട്: വിഡ്ഢികൾ നമ്മൾ തന്നെ എന്നത്. നിയമസഭയിലേക്ക് ചിരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാസ് കാണിക്കാനായിട്ടുള്ള ഒരു മനുഷ്യനെയാണല്ലോ അങ്ങോട്ടേക്ക് ജയിപ്പിച്ചു വിട്ടത് എന്ന് ഓർത്ത് പാലക്കാട് ജനങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷത്തോട് മാപ്പ് പറയുകയാണ്. കാരണം പാലക്കാട് വരേണ്ട ഒരു വികസനമാണ് പാലക്കാട് MLA തന്നെ തടയുന്നത്. 2000 ജനങ്ങൾക്ക് ജോലി കിട്ടേണ്ട ഒരു സ്ഥാപനത്തിനെ അങ്ങ് തള്ളിക്കളയുകയാണ് രാഹുൽ മാങ്കൂട്ടം. പുറത്ത് എവിടെയൊക്കെയോ പോയി പഠിച്ച ഒരു വ്യക്തിയാണ് രാഹുൽ. നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഒരു യുവ നേതാവ് തന്നെയാണ്. MLAക്ക് ചിലപ്പോൾ പ്രശ്നം കാണില്ലായിരിക്കും ജോലി ഇല്ലെങ്കിലും. പക്ഷെ അതുപോലെയാണോ സാധാ ജനങ്ങൾ? അവിടെ ഒരു വികസനം വരുമ്പോൾ ഒന്നും നോക്കാതെ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ യഥാർത്ഥത്തിൽ ഒരു MLA ചെയ്യേണ്ടത്? എന്നാൽ വീണ്ടും വീണ്ടും വോട്ട് ചെയ്യുന്ന ജനങ്ങൾ കഴുതകളാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ളവർ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എലപ്പുള്ളിയിലെ ബ്രൂവറി പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുകയാണ്. CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിലാണ് ബ്രൂവറി വിവാദവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് CPM സംസ്ഥാന സെക്രട്ടറി പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. നാട്ടിൽ വികസനം കൊണ്ടുവരുന്ന പദ്ധതിയാണിത്. ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. വിഷയത്തിൽ ആശങ്ക അറിയിച്ച കുറച്ച് പ്രാദേശിക നേതാക്കൾ ഉണ്ടായിരുന്നു. അവർക്ക് തന്നെയാണ് പാർട്ടി സെക്രട്ടറിയുടെ ഈ മറുപടിയും. നാട്ടിൽ വികസനം കൊണ്ടുവരുന്ന പദ്ധതി തന്നെയാണിത് എന്ന് MV ഗോവിന്ദൻ അവരോട് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. പദ്ധതി വന്നാൽ പ്രദേശവാസികൾക്ക് വെള്ളം മുട്ടും എന്ന് ആവർത്തിക്കുന്നത് ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമാണ് എന്നും അംഗങ്ങൾക്കൊന്നും തന്നെ ആശങ്ക വേണ്ട എന്നും MV ഗോവിന്ദൻ പറയുന്നുണ്ട്. സതീശന്റെ നേതൃത്വത്തിലാണ് വെള്ളം മുട്ടും എന്നുള്ള വ്യാജ വാർത്ത അടിച്ചിറക്കുന്നത്. കൂട്ടിന് സതീശൻ പറയുന്നത് അതേപോലെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ നടക്കുന്ന മാധ്യമങ്ങൾ, ഇവരെല്ലാം കൂടി കള്ളങ്ങൾ പറഞ്ഞ് പരത്തി പാർട്ടിക്കകത്ത് തന്നെ ഭിന്നിപ്പുണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്നായിരുന്നു കുറച്ച് പ്രാദേശിക നേതാക്കളുടെ ആവശ്യം. ചർച്ച ചെയ്ത് ആശങ്കകൾ പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കണമെന്നും മുതിർന്ന നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. കേരളത്തിൽ സ്പിരിറ്റ് എത്തിക്കുന്ന ലോബിയുടെ കൈകൾ ഇതിന് പിന്നിൽ ഉള്ളതായി കണക്കാക്കേണ്ടിയിരിക്കുന്നു. UDF കാലത്ത് ഡിസ്റ്റിലറുകൾ തുടങ്ങിയത് ടെൻഡർ ഇല്ലാതെയാണ് എന്നുള്ള കാര്യം സതീശൻ ഓർമ്മിക്കാത്തതാണോ അതോ ഇനി സൗകര്യപൂർവ്വം മറക്കുന്നതാണോ എന്നാണ് ജനങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കാനുള്ളത്.